MT വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി സാംസ്കാരിക ലോകം അദ്ദേഹത്തിന്റെ വസതിയായ സിതാരയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഏറ്റവും മികച്ച സിനിമകൾ ഉടലെടുത്തത് ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിൽ തന്നെയായിരുന്നു. മലയാളികളെ കാലവും ഓർക്കുന്ന സിനിമകളാണ് രണ്ടുപേരുടെയും കൂട്ടുകെട്ടിൽ പിറന്നത്. ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, എഴുത്തിൻ്റെ പെരുന്തച്ഛൻ മലയാളത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? തീർച്ചയായും രോഹിണി, വലിയൊരു വാക്കുകൾ കൊണ്ട് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് MT എന്നത്. ഇന്നലെ അടക്കം പ്രശസ്ത വ്യക്തികളൊക്കെ തന്നെയും അദ്ദേഹത്തെ സന്ദർശിക്കുവാനെത്തിയപ്പോൾ പറഞ്ഞത് MTക്ക് പകരം വെക്കുവാൻ മറ്റൊരാളില്ല എന്ന് തന്നെയാണ്. എത്രയോ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ, ജീവിത തന്തുവിൽ നിന്നെടുത്ത മനസ്സിനെ കരളലിയിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയ എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്ന് തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്വന്തം MTയെ വിശേഷിപ്പിക്കാം. കോഴിക്കോട് മാത്രമല്ല, ഒരു ജനസാഗരം തന്നെയാണ് ഈ സിത്താരയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. MTയുടെ ഓർമ്മകൾ തങ്ങുന്ന ഇടം, MT പ്രധാനപ്പെട്ട എഴുത്തുകൾ നടത്തിയ ഇടം, നമ്മുടെ ജീവിത കഥാപാത്രങ്ങളിൽ നിന്നും രചിച്ച ഒരുപാട് കഥകൾ, ഇതൊക്കെ തന്നെയാണ് MT എന്ന എഴുത്തുകാരനെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അടക്കം പ്രമുഖരായ പ്രശസ്തരായ സാഹിത്യ ലോകത്തെ കലാലോകത്തെ പ്രമുഖരായ പ്രശസ്തരായ ഒരുപാട് ആളുകളാണ് സിത്താരയിലേക്ക് ഓടിയെത്തത്. മാത്രമല്ല, കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ അവിടെ നിറഞ്ഞുകൂടിയ ജനാവലി കോഴിക്കോടിലെ, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിരുന്നു എന്നത് തന്നെയാണ് MTക്ക് കിട്ടുവാനുള്ള ഏറ്റവും വലിയ സ്നേഹ വായ്പകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരിക്കുന്ന കഥാതന്തുവിൽ നിന്നെടുത്ത അല്ലെങ്കിൽ ചലിപ്പിച്ച തൂലികകളായിരുന്നു MTയുടെ എഴുത്ത് എന്ന് പറയുന്നത്. അതായത് മലയാള ഭാഷയെ അത്രത്തോളം കാച്ചിക്കുറുക്കി എഴുതിയ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ വായനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായുള്ളത്. മാത്രമല്ല, ചലച്ചിത്ര ലോകത്തും വലിയ സംഭാവനകൾ തന്നെയാണ് MT നൽകിയത്. മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റ് അത് ഏറ്റവും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ചർച്ചയാവുന്ന ഒന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ ഒരു പരിപാടിയിൽ മമ്മൂട്ടിയുടെ തോളോട് ചേർന്ന് MT നിൽക്കുന്ന ഒരു ചിത്രം, അത് വൈകാരിക തലത്തിലേക്ക് ഏറി ശ്രദ്ധേയമായ ഒന്നാണ്. അതായത് അന്ന് മമ്മൂട്ടി എഴുതിയത്, അതായത് ആ നിമിഷത്തിൽ താനൊരു മകനായി മാറി, MTയുടെ സ്വന്തം പുത്രനായി താൻ മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ മമ്മൂട്ടി എന്ന ഒരു നടനെ പുനർജനിപ്പിക്കുവാൻ അല്ലെങ്കിൽ ജനിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് MTക്കുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായ കാര്യം. പ്രശസ്ത സിനിമാ താരം അടക്കമുള്ള മോഹൻലാൽ അടക്കം രാവിലെ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് രോഹിണി. അത്തരത്തിൽ സംവിധായകനായ ഹരിഹരൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ കാണുകയാണ്. MTക്ക് അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയുവാനുള്ളത് മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുവാനുള്ള സാധ്യതയും നിലവിലുണ്ട്. നമുക്കറിയാം, ഏറ്റവും വലിയ എഴുത്തുകൾ, നാലുകെട്ട്, മഞ്ഞു തുടങ്ങിയതിലെ കഥാപാത്രങ്ങൾ ഒക്കെ തന്നെയും മലയാളി മനസ്സുകളെ എത്രത്തോളം കോറിയിട്ട കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായി വരും. അതായത് മലയാള ഭാഷയെ കാച്ചിക്കുറുക്കിയ ഒരു എഴുത്തുകാരൻ, അത് എങ്ങനെ എവിടെയൊക്കെ സാധാരണക്കാർക്കിടയിൽ ഭാഷയുടെ ഒരു ആവർത്തന വിരസതകളില്ലാതെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതികളെ ഒന്നും തന്നെ വർണ്ണിക്കുവാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ലളിതമായ ഭാഷയിൽ കൃത്യമായ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ എന്ന് തന്നെ നമുക്ക് MTയെ പറയാൻ കഴിയും. എത്രയോ സിനിമകൾ, എത്രയോ ഡോക്യുമെന്ററികൾ, എത്രയോ സാഹിത്യങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെയും MTയെ ഓർത്തിരിക്കുന്നത് MTയുടെ എഴുത്തുകളിലൂടെ എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും. രോഹിണി, നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വൈകുന്നേരത്തോടെ സംസ്കാരം ഉണ്ടാവും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവസാന നിമിഷം ചില ആഗ്രഹങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ രോഹിണി, ഒരു യന്ത്രത്തിന്റെയും സഹായത്തോടു കൂടി തന്റെ ജീവൻ നിലനിർത്തരുത് എന്നൊരു കാര്യം MT വാസുദേവൻ നായർ എന്ന പ്രശസ്തനായ വ്യക്തി പറഞ്ഞിരുന്നു
തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത്തരത്തിൽ കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ കയറുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തുടർന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു. പിന്നീട് ലോകമൊട്ടാകെയുള്ള മലയാളി പ്രേക്ഷകർ എന്ന് പറയാൻ പറ്റില്ല, സാഹിത്യത്തെ സ്നേഹിക്കുന്ന, MTയെ സ്നേഹിക്കുന്ന സാംസ്കാരിക കേരളം മൊത്തം കാത്തിരുന്നത് സുഖം പ്രാപിച്ചു വരുന്ന ഒരു MTയെ തന്നെയാണ്. സുഖം പ്രാപിക്കണമെന്നൊരു വാർത്ത തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രാർത്ഥന തന്നെയാണ് MTയുടെ കാര്യത്തിലുള്ളത്. പ്രിയപ്പെട്ട MT മഹാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് കഥകൾ, ഒരുപാട് എഴുത്തുകൾ, ഒരുപാട് രചനകൾ, അവയൊക്കെ തന്നെയും MTയുടെ തൂലികത്തുമ്പാൽ ജനങ്ങളല്ല, വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വായിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാച്ചിക്കുറുക്കിയ എഴുത്തുകൾ തന്നെയാണ്. ജീവിത അനുഭവങ്ങളിൽ നിന്നെടുത്ത എഴുത്തുകൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യനില വളരെ മോശമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതവണ ആശുപത്രിയിൽ എത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പല രീതിയിൽ MT തന്റെ നിലപാട് പ്രത്യക്ഷമായി പല വേദികളിലും പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. നാലുകെട്ടിലെ അപ്പുണ്ണി എന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയും ആ കഥാപാത്രങ്ങൾ ഒക്കെ തന്നെയും ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ആളുകളെ പ്രതിനിധീകരിച്ചുള്ളതായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പാലക്കാടിന്റെ ഗ്രാമഭംഗിയൊക്കെ തന്നെയും വളരെ വ്യക്തമായി അദ്ദേഹം എഴുതി. കൂടല്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന് പിന്നീട് പ്രശസ്തനായി മാറിയ MTയുടെ സാഹിത്യ ലോകത്തെ വർണ്ണിക്കുവാൻ വാക്കുകൾ അതീതം തന്നെയാണ് രോഹിണി. സാംസ്കാരിക ലോകം മുഴുവൻ ഈ സിത്താരയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണക്കാരായ ആളുകൾ, അതായത് എഴുത്തിനെ പ്രണയിക്കുന്ന ആളുകൾ, എഴുത്തിന്റെ രാജകുമാരനായി തന്നെ നമുക്ക് MTയെ വിശേഷിപ്പിക്കാൻ കഴിയും. സമഗ്രമായ സംഭാവനകൾ, അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ കഥാരചനകൾ, അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ കഥാപാത്രങ്ങൾ, കണ്ണീരാൽ നോക്കിക്കണ്ട കഥാപാത്രങ്ങൾ, ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നെടുത്ത കഥാപാത്രങ്ങൾ, അവയൊക്കെ തന്നെയും വാക്കുകൾക്ക് അതീതമായ ഒന്നു തന്നെയാണ് രോഹിണി. എത്തരത്തിലാണ് MT എന്നൊരു സാഹിത്യകാരനെ വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വിശേഷണം നൽകുക എന്നത് നമുക്ക് പറയുവാൻ കഴിയില്ല. വാക്കുകൾക്ക് അതീതം എന്ന് മാത്രമാണ് ഒറ്റ ലൈനിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ രോഹിണി.